നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു പക്ഷേ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി കരിയറിലെ ഏറ്റവും മോശം പ്രകടനമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. റോദ്രിഗോ ഡി ബോളൊന്നും ഒട്ടും മികച്ച പ്രകടനമേ അല്ല നടത്തിയത്. ഇന്റർ മയാമി പൊട്ടി തകർന്നിരിക്കുന്നു. ഇതാ സപ്പോർട്ടേഴ്സ് ഷീൽഡ് അവർ കൈവിടുകയും ചെയ്തിരിക്കുന്നു. നിലവിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് ഹോൾഡേഴ്സാണ് അവർ. പക്ഷേ ഇന്നത്തെ ചിക്കാഗോ ഫയറിനെതിരെയുള്ള ഈ പരാജയത്തോടുകൂടി ഇത്തവണ സപ്പോർട്ടേഴ്സ് ഷീൽഡ് അവർക്ക് ലഭിക്കില്ല എന്നുറപ്പായി കഴിഞ്ഞു. 3-5 ഇന്റർ മയാമിയെ ചിക്കാഗോ ഫയർ പരാജയപ്പെടുത്തിയത്. അവരുടെ പ്രകടനം പരിതാപകരമായിരുന്നു. 3 ഗോളുകൾ അടിച്ചു, ശരിയാണ്. അത് സുവാരസിൻ്റെ ചില ഹീറോയിക് ഫ്ലാഷസ് ഇടയ്ക്ക് കണ്ടു എന്നുള്ളത് കൊണ്ട് സംഭവിച്ചതാണ്. എന്നാലും അറ്റാക്ക് മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഡിഫൻസോ വളരെ പരിതാപകരം. മിസ്റ്റേക്ക് വരുത്തുന്ന ഗോളി എല്ലാം കൂടി ചേർന്നുകൊണ്ട് വളരെ വളരെ പരിതാപകരമായ പ്രകടനമാണ്. ഒടുവിൽ ലിയോ മെസ്സി കളി കഴിഞ്ഞപ്പോൾ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന കാഴ്ച. അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്. സ്വന്തം പ്രകടനത്തിലും ടീംമേറ്റ്സിൻ്റെ പ്രകടനത്തിലും അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് വളരെ വ്യക്തമാണ്. മോശം പ്രകടനത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് കളിക്ക് ശേഷം ഹാവിയർ മഷ്റാനോ പറഞ്ഞത്. ആരേറ്റെടുത്തിട്ട് എന്താണ്? ടീം ഇത്തവണ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടില്ല എന്നുറപ്പായി കഴിഞ്ഞു. മത്സരത്തിൽ ഇന്റർ മയാമിക്കായിട്ട് അവിലസും ലൂയിസ് സുവാരസുമാണ് ഗോളുകൾ കണ്ടിട്ട്. സുവാരസ് ബ്രേസ് നേടി. മറുഭാഗത്ത് ഡിയാവിയ, ഡീന്, ക്വാമെ, റൈനാൾഡസ്, അതുപോലെ ഗ്യൂട്ടിയഡസ് എന്നിവരാണ് ചിക്കാഗോ ഫയറിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും സെഗോവിയും ഡീബോലും ബുസ്കറ്റ്സും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇറങ്ങിയത്. എന്നാൽ കളിയുടെ 11-ാമത്തെ മിനിറ്റിൽ തന്നെ ലീഡെടുത്തു ചിക്കാഗോ ഫയർ. ഡിയാവിയയിലൂടെ അവർ ലീഡെടുത്തു. 31-ാമത്തെ മിനിറ്റിൽ ഡീൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായതാണ്. എന്നാൽ അവിലസിലൂടെ 39-ാമത്തെ മിനിറ്റിൽ 1 ഗോൾ മടക്കാനായി ഇന്റർ മയാമിക്ക്. അതിനുശേഷം ക്വാമയിലൂടെ 43-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോൾ അടിച്ച് 3-1 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ചിക്കാഗോ ഫയർ കളിക്കളം വിട്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ സുവാരസിൻ്റെ മികവിൽ 2 ഗോളും തിരിച്ചടിച്ച് 3-3 ഇന്റർ മയാമി. 57-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ അദ്ദേഹം നേടി. 74-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും. കളി 3-3 സമനിലയിൽ. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഇന്റർ മയാമി വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. 80-ാമത്തെ മിനിറ്റിൽ പിന്നീടയുടെ അസിസ്റ്റിൽ നിന്ന് റെയ്നോൾഡ്സ് ഗോൾ അടിക്കുന്നു. 3-4 ചിക്കാഗോ മുന്നിലേക്ക് കടന്നു. ഒടുവിൽ ഗ്യൂട്ടിയറസിൻ്റെ ഗോൾ കൂടി വന്നതോടെ 3-5 തകർപ്പൻ വിജയത്തിലേക്ക് ചിക്കാഗോ ഫയർ കടന്നുപോയി. ഇവിടെ MLS ഷീൽഡാണ് ഇന്റർ മയാമി അടിയറ വെക്കുന്നത്. ഇപ്പം മയാമിക്ക് 31 കളികളിൽ നിന്ന് 56 പോയിന്റാണ്. ഇനി 3 കളികളാണ് മയാമിക്ക് ബാക്കിയുള്ളത്. മാക്സിമം പോയിന്റുകൾ മയാമിയെ സംബന്ധിച്ചിടത്തോളം 65 നിൽക്കും. അതേസമയം ഫിലാഡൽഫിയ 32 കളികളിൽ നിന്ന് 63 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. അവർക്ക് 2 കളികൾ ബാക്കിയുണ്ട്. രണ്ടും വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിലാഡൽഫിയ കിരീടത്തിലേക്ക് പോകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.